നമസ്കാരം. പഠനത്തിൻ്റെ തിരക്കിൽ നിന്ന് പരീക്ഷയുടെ പ്രാധാന്യത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ പ്രവേശിക്കുകയാണ്. എന്താണ് പഠനം? എന്താണ് പരീക്ഷ? അറിവും അനുഭവവും നേടിത്തരുന്ന ശാരീരികവും മാനസികവും ഭൗതികമായ പ്രക്രിയയാണ് പഠനം. പരീക്ഷ എന്നുദ്ദേശിക്കുന്നത് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ചവിട്ടുപടി മാത്രം. പരീക്ഷയെ ആസ്വദിക്കാനുള്ളതാണ്. കാരണം പരീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ പല കുട്ടികളും പരീക്ഷ എടുക്കുമ്പോൾ അമിതമായ ടെൻഷൻ ആദി പലതരം വ്യാധികൾ, ഇതൊക്കെ പരീക്ഷയെയും നമ്മുടെ കുട്ടികളുടെ റിസൾട്ടിനെയും ബാധിക്കുകയാണ്. പരീക്ഷയെ ബാധിക്കേണ്ട ഒരു കാര്യമില്ല. അല്പം പ്ലാനിങ്ങും കൃത്യമായ ഒരു ചിട്ടയായ പഠന പ്രക്രിയ ഉണ്ടെങ്കിൽ പരീക്ഷ ആസ്വാദികരമാക്കാം. ഈ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിക്കാം, ജീവിതം അവസാനിക്കുന്നില്ല. ഒരിക്കൽ ഒരു വിദ്യാർത്ഥി, ഒരു കൗമാരക്കാരൻ ഒരു പോളിടെക്നിക്കിൽ ഡിപ്ലോമയ്ക്ക് അപേക്ഷിച്ചു. അധികൃതർ അവനോട് ആവശ്യപ്പെട്ടത് പ്രവേശന പരീക്ഷ എഴുതണമെന്നാണ്. പ്രവേശന പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ അവനവിടെ അഡ്മിഷൻ കിട്ടിയില്ല. അന്ന് അഡ്മിഷൻ കിട്ടിയവരുടെ പേര് ചോദിച്ചാൽ ഒരിക്കലും എനിക്ക് ഒരാളുടെ പോലും പേര് പറയാൻ കഴിയില്ല. പക്ഷെ അഡ്മിഷൻ കിട്ടാതെ സങ്കടപ്പെട്ടുകൊണ്ട് അവിടുന്ന് കടന്നു വന്ന ആ കൗമാരക്കാരൻ്റെ പേര് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും എനിക്ക് പറയാൻ കഴിയും. കാരണം അവൻ്റെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നായിരുന്നു. അപ്പോൾ മാർക്കൊരു വിഷയമല്ല. കൃത്യമായ ആസൂത്രണം അഥവാ പ്ലാനിങ് ഉണ്ടെങ്കിൽ പരീക്ഷയെ ആസ്വാദകരമാക്കി മാറ്റാൻ പറ്റും. ഇവിടെ നമുക്ക് പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൃത്യമായ പാഷൻ അനുസരിച്ച് ഗോൾ സെറ്റ് ചെയ്താൽ പരീക്ഷ ആനന്ദകരമായി മാറും. ഒരാളുടെ വിജയമെന്ന് പറയുന്നത് അയാളുടെ പാഷൻ അനുസരിച്ചുള്ള ഗോൾ സെറ്റ് ചെയ്യുക, ആ ഗോളിലേക്കുള്ള പ്രയാണമാണ് ആ വ്യക്തിയുടെ വിജയം. അപ്പോൾ ആ രീതിയിൽ ചിട്ടപ്പെടുത്തിയാൽ പരീക്ഷയെ ആസ്വാദ്യകരമായി മാറ്റാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ആവണം നമ്മളുടെ ഇനിയുള്ള സമയം നമ്മൾ വിനിയോഗിക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ നമ്മൾ ഒരുങ്ങണം, ഏതെല്ലാം രീതിയിൽ ഭക്ഷണം മറ്റു കാര്യങ്ങൾ ക്രമീകരിക്കണം, അതാണ് നമ്മളിനി തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്.